ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 7ാം മാസത്തിൽ നാട്ടിൽ പോകുന്നതിന് മുന്നുള്ള കുറച്ച് ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കണ്ട. നാട്ടിൽ പോകുന്നതിന് മുന്നേ തന്നെ 7ാം മാസത്തെ എക്കോ ടെസ്റ്റും ഗ്രോത്ത് സ്കാനിങ്ങും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്ത് റിസൾട്ട് ഡോക്ടറൊക്കെ കാണിച്ചു. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഡോക്ടറോടൊക്കെ പറഞ്ഞു. പിന്നെ ചെയ്തു തീർക്കണമെന്ന് വിചാരിച്ചൊരു കാര്യം എന്ന് പറയുന്നത് സാരി കൊടുത്തിട്ട് ഇവിടുന്ന് ചെറിയൊരു മെറ്റേണിറ്റി ഷൂട്ട് നമ്മൾ തന്നെ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. സമയമില്ലാത്ത സമയത്താണ് ലാസ്റ്റ് ഇതിനൊക്കെ നേരം കിട്ടിയത്. കുറച്ചൊക്കെ വയറാവട്ടെ എന്ന് കരുതി കുറേ കാലം കാത്തിരുന്നതാണ് കേട്ടോ. അവിടുന്ന് പോരുന്നതിന് മുന്നേ തന്നെ എല്ലാ സ്ഥലങ്ങളും ഒന്നുകൂടെ കറങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഏതായാലും ഇന്ന് അനുപുരം ടൗൺഷിപ്പിലാണ് കേട്ടോ പോയത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നു. പിന്നെ ചെയ്തു തീർക്കുന്നുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവും അച്ചുവേട്ടൻ്റെത് ബി പോസിറ്റീവ് ആയതുകൊണ്ട് എനിക്കൊരു ആൻറ്റി ഡി ഇഞ്ചക്ഷൻ 28th വീക്കിൽ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഇവിടുത്തെ പണികളെല്ലാം തന്നെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ചെറിയൊരു പണി ബാക്കിയുണ്ടായിരുന്നത് നാട്ടിൽ പോകുന്നതിന് മുന്നേ തന്നെ ചെറിയൊരു വളകാപ്പിൻ്റെ പർച്ചേസിംഗ് ആണ്. ആദ്യം അങ്ങനെ ഒരു ചടങ്ങ് തന്നെ വേണ്ടാന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരെ വീട് തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ചടങ്ങൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് തന്നെ വേണ്ടാന്നാണ് കരുതിയത്. പക്ഷേ ലാസ്റ്റ് ഞാൻ തീരുമാനം മാറ്റി കേട്ടോ. കാരണം പിന്നീട് ഒരിക്കലും എനിക്ക് ഞാനിത് നടത്തിയില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടേണ്ടെന്ന് കരുതി കുറച്ച് ഫോട്ടോസെങ്കിലും എടുക്കാൻ ചെറിയ രീതിയിലൊന്ന് ഫംഗ്ഷൻ നടത്താമെന്ന് കരുതി. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ മെയിൻ സാധനം എന്ന് പറയുന്നത് കുപ്പിവളയാണല്ലോ. അതപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് കരുതിട്ടോ. ഇനി ഇത് പൊട്ടാതെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് മറ്റൊരു ടാസ്ക്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ അലങ്കരിച്ചൊക്കെ തൂക്കിയിടുന്ന ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് പൂക്കളാണ് കേട്ടോ. നമ്മൾ തോരണം പോലെയൊക്കെ തൂക്കുമല്ലോ. പിന്നെ ഞാൻ അതിന് മുന്നേ തന്നെ വളകാപ്പിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് മീഷോന്നൊരു റെഡിമെയ്ഡ് വാഴയിലയുടെ ഒരു ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ വാഴയിലൊക്കെ പിന്നെ കുത്തി വെക്കുന്നതിന് പകരം അതിൻ്റെ റെഡിമെയ്ഡ് ഷീറ്റ്, അപ്പോൾ പിന്നെ പണി കുറവായിരിക്കുമല്ലോ. പിന്നെയാണ് മെയിൻ ടാസ്ക് ഡ്രസ്സൊക്കെ ഒന്ന് ഒതുക്കാൻ. കാരണം ഏതൊക്കെയാണ് സൈസ് പാകമെന്ന് പറയത്തില്ല. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ പകുതിയും പാകമല്ല കേട്ടോ. പിന്നെ കുറച്ച് ഡ്രസ്സിൻ്റെയൊക്കെ നൂല് വിട്ടിട്ട് ഏതായാലും പാകമാവുന്നുണ്ട്. അങ്ങനെ പോകാനുള്ള പാക്കിങ്ങൊക്കെ അച്ചോട്ടം തുടങ്ങിയിട്ടോ. ഒരാളോട് പാക്കിങ് നടത്തുമ്പോൾ ഞാൻ അത്ര വലിയ സന്തോഷത്തിലൊന്നുമല്ല, കാരണം നാട്ടിൽ പോകുന്നതിൻ്റെ ചെറിയൊരു സങ്കടം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ അച്ചോട്ടൻ മെഡിക്കൽ ഫയലും കാര്യങ്ങളെല്ലാം തന്നെ ഒതുക്കി. അതൊക്കെ കാണുമ്പോഴേക്കും എനിക്കിവിടെ കരച്ചിലാണ് കേട്ടോ. കാരണം ഇത്രയും കാലം ഇവിടെ നിന്ന് ഒരു ലോങ് ഗ്യാപ്പിലേക്ക് എന്നെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. പിന്നെ അതിൽ നമ്മൾ രാത്രി തന്നെ ഏതായാലും ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലോട്ട് പോയി തൊഴാന്ന് കരുതി നാട്ടിൽ പോകുന്നതിന് മുന്നേ തന്നെ. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയതോടുകൂടി ഞാൻ രാത്രിയിൽ നടക്കാനൊന്നും പോകാറില്ല. പക്ഷേ ഇന്നൊന്നും നടക്കാൻ ഇറങ്ങിട്ടോ. ഇനിയിപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടല്ലേ ഈ ഒരു അവസരം കിട്ടുള്ളൂ എന്ന് ഓർത്തിട്ട്. പക്ഷെ നടന്നു കഴിഞ്ഞപ്പോഴും മനസ്സിലായത് പോകണ്ടായിരുന്നത്. കാരണം ഓരോ ചൂട് വെക്കുമ്പോഴും എനിക്ക് കരച്ചിലാണ് കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് മറ്റൊരാളോട് നിന്ന് ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇമോഷണൽ ഫീലിങ്സ് ഇച്ചിരി കൂടുതലാണ്. ഈ സമയമാകുമ്പോൾ പിന്നെ ഹോർമോൺ ചേഞ്ചും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ പറയുകയും വേണ്ട കേട്ടോ ഈ സമയത്തെ കരച്ചിലൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ കരച്ചിലൊക്കെ കടിച്ചു പിടിച്ച് വീട്ടിലോട്ട് നേരെ പോകുന്നു കേട്ടോ. നമുക്ക് നാളെ വൈകുന്നേരമാണ് ട്രെയിനുള്ളത്. ഇന്ന് നമ്മൾ പോരുന്ന അന്നത്തെ ദിവസത്തെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അച്ചോട്ടനൊന്ന് മോർണിംഗ് ഷിഫ്റ്റാണ്. അപ്പോൾ രാവിലെ ഒരു 5:45 ആയപ്പോഴത്തേക്കും അച്ചോട്ടൻ പോയിട്ടോ. ഇന്നത്തെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചാണ്. പക്ഷേങ്കിൽ സങ്കടവും പിന്നെ കുറച്ചധികം വയ്യാഴികളൊക്കെ വന്നു. പകലൊക്കെ എനിക്ക് ഇത്തിരി ഛർദിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. വൈകുന്നേരം 3 മണിയായപ്പോഴത്തേക്കും അച്ചോട്ടനെത്തി. ബ്ലാക്ക് റൈസ് കൊണ്ട് ഒന്ന് പുളിസാദം ഉണ്ടാക്കുക എന്നുള്ള ടാസ്ക് അച്ചോട്ടനുള്ളതുകൊണ്ട് തന്നെ അത് ചെയ്യാണ് കേട്ടോ. കാരണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് എതിരെ അച്ചോട്ടനത് പൊതിഞ്ഞെടുക്കുകയാണ്. ഞാൻ പക്ഷേങ്കിൽ അത് ഒഴിവാക്കി. എനിക്ക് പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഭക്ഷണം മതി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതിനുശേഷം നമുക്ക് ചെറിയൊരു പണി ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമില്ല, കുറേ ദിവസം വിചാരിക്കുന്നു പോകുന്നതിന് മുന്നേ എനിക്കിഷ്ടപ്പെട്ട എല്ലാ സ്പോട്ടിലും ഒന്നും കൂടെ പോകണം എന്നുള്ളത്. പക്ഷേ ഇത്രയും ദിവസം നമുക്ക് അതിന് സമയം കിട്ടില്ല. ഇന്ന് സന്ധ്യ ആകുമ്പോഴേക്ക് ചെന്നൈയിലേക്ക് പോകേണ്ട നമ്മൾ വൈകുന്നേരം ഇവിടേക്ക് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യം തന്നെ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് സ്ഥലമായിട്ടുള്ള ബീച്ചിലേക്കാണ് കേട്ടോ. ബീച്ചിലൂടെ ഇറങ്ങാനൊന്നുമില്ല. പിന്നെ മറ്റത് നമ്മുടെ എപ്പോഴും പൊക്കോണ്ടിരുന്ന നമ്മുടെ ഹോസ്പിറ്റൽ, ഇവിടുത്തെ ഹോസ്പിറ്റലെയും എൻ്റെ ഡോക്ടറെ ഞാൻ എന്തായാലും മിസ് ചെയ്യും. പിന്നെ എനിക്ക് പോകണമെന്ന് പറഞ്ഞത് ഇവിടുത്തെ റോക്ക് ബ്രിഡ്ജിലേക്കാണ്. തിരിച്ചിറങ്ങാനാണ് പാട്, കയറാനല്ല പാടിട്ടാ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പരിസരത്തേക്ക് എന്നെ കൊണ്ടുവന്നത് ഇതിൻ്റെ മേലെ ഞാൻ കയറില്ല, ഞാൻ താഴെ നിന്ന് കണ്ടോളാം എന്നുള്ള ഒറ്റ കണ്ടീഷനിലാട്ടോ. അടുത്തെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മേലെ കയറണം എന്നുള്ള വാശിയിൽ അങ്ങനെ ഞാൻ കയറിയതാണ്. ഇവിടെ ഇങ്ങനത്തെ കുറേ റോക്ക് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കയറി നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇന്നൊരു പ്രത്യേകതരം ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാനൊരു പ്രത്യേക രസമാണ്. എല്ലാ സ്ഥലത്തും ഒത്തിരി നേരമൊന്നും ചിലവഴിക്കുന്നില്ല, കാരണം നമുക്ക് വൈകുന്നേരം ഇറങ്ങാനുള്ളതാണല്ലോ. പിന്നെ നേരെ പോകുന്നത് നമ്മുടെ ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ലേക്കും ഓപ്പോസിറ്റ് സൈഡിൽ ബീച്ചുമാണ് കേട്ടോ. അതിലൊരു വശം മൊത്തം തന്നെ കണ്ടൽക്കാടുകളാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാറ്റും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ.
പിന്നെ നമ്മുടെ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ലേക്കിൻ്റെ ബാക്കി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെ സൈഡിലൊക്കെ ആയിട്ട് കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, ഇതുപോലെ പുൽമേടുകൾ പോലത്തെ കുറേ ഏരിയകളുണ്ട് കേട്ടോ റോഡ് സൈഡിൽ. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്നു. പണ്ടേ എനിക്ക് ഇവിടുത്തെ ചെയർ വന്ന് അവിടേക്ക് നോക്കിയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ മിസ് ചെയ്യാൻ പോകുന്ന കുറേ സ്ഥലങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി നമ്മുടെ സ്കൂളിൻ്റെ ഇടയിലുള്ള ഈ റോട്ടിൽ കൂടെയാണ് കേട്ടോ. പിന്നെ ഏതായാലും നമ്മുടെ വീടിൻ്റെ കിച്ചൻ്റെ തൊട്ട് പുറകിലുള്ള ഈ പാർക്കിലേക്കാണ് വന്നത്. ഇവിടുത്തെ ഊഞ്ഞാലാണ് എൻ്റെ മെയിൻ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് ഊഞ്ഞാലാടുന്ന കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കൂടെ ഒന്ന് ഊഞ്ഞാലാടി തിരിച്ചു വരുമ്പോൾ എൻ്റെ മുത്തുമണീനെയും കണ്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ മനുഷ്യരെക്കാൾ നന്ദിയുള്ള ജീവികളെന്ന് പറയുന്നത് ഈ നായകളായതുകൊണ്ട് തന്നെ എനിക്ക് ഇവരോട് ഒരു പ്രത്യേക സ്നേഹം കൂടുതലാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ മുത്തുമണീനെ തന്നെയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഞാനാണ്, അതൊക്കെ ഞാൻ മിസ് ചെയ്യട്ടോ. പിന്നെ ഞാൻ നേരെ വന്നത് നമ്മുടെ നേരെ ടെറസിൻ്റെ മുകളിലേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് ബീച്ച് നോക്കി കാണുന്നത് ഒരു പ്രത്യേക രസമാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും റെഡിയാവാൻ പോവാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടാൻ മറക്കല്ലേ. ബൈ.